ഹായ്, പഠിച്ച പാഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പെൺകുട്ടികളുടെ ഒരു സേവിങ് സ്കീമിനെ പറ്റിയാണ്. ഞങ്ങളുടെ മകൾ ഞങ്ങളുടെ മകൾ 8ാമത്തെ വയസ്സായപ്പോഴാണ് അതിൻ്റെ ഒരു സ്കീമൊക്കെ വന്നത്. 10 വയസ്സിൻ്റെ ഉള്ളിൽ നമ്മളത് ചെയ്യണമെന്ന് അത് ഉണ്ടായിരുന്നു. പക്ഷേ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൾക്ക് 10 വയസ്സായി കഴിഞ്ഞപ്പോഴാണ് നമ്മളത് പിന്നെ ഓർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണിത് പറയുന്നത്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഇതാണ് അതിൻ്റെ ഒരു സേവിങ്സ് സ്കീമിൻ്റെ ഒരു രീതി. അത് പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ ഒക്കെ അടയ്ക്കാവുന്നതാണ്. മകൾക്ക് 10 വയസ്സാകുന്നതിന് മുമ്പ് വേണം അത് ചെയ്യാൻ. അപ്പോൾ മിനിമം ഡിപ്പോസിറ്റ് 250 റുപ്പീസ്, മാക്സിമം ഡിപ്പോസിറ്റ് 1.5 lakh ഒരു വർഷത്തിൽ. അപ്പം ഇതാണ് ആ സ്കീമിൻ്റെ ഒരു പ്രത്യേകത. അക്കൗണ്ട് ക്യാൻ ബി ഓപ്പൺഡ് ഇൻ ദ നെയിം ഓഫ് എ ഗേൾ ചൈൽഡ് ടിൽ ഷീ അറ്റൈൻസ് ദി ഏജ് ഓഫ് 10 years. അതായത് 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറ്റത്തില്ല, അല്ലേ? നീ എന്തായിരുന്നു നമ്മൾ അത് അറിഞ്ഞു വന്നപ്പോഴത്തേക്കും 10 വയസ്സ് കഴിഞ്ഞായിരുന്നു. 8ാം വയസ്സിൽ അറിഞ്ഞു. പക്ഷെ ഞങ്ങളത് അത്ര സീരിയസ് ആക്കിയില്ല. അത് സാധാരണ നമ്മൾ ഒരു ടോക്കിൽ അങ്ങ് സംസാരിച്ചതാ വിട്ടു. പിന്നെയാണ് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയപ്പോഴത്തേക്കും കൊച്ചിന് പ്രായം കഴിഞ്ഞു, 10 വയസ്സ് കഴിഞ്ഞു പോയി. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അബദ്ധം വരാതിരിക്കാനാണ് ഇത് ഞങ്ങൾ പറയുന്നത്. ഞാൻ എൻ്റെ കുറേ തവണ പറഞ്ഞില്ലായിരുന്നു അത് ചേരാമെന്ന്. പക്ഷെ നീ അത് പിന്നെ വിട്ട് കളഞ്ഞല്ലേ? അങ്ങനെ ശ്രദ്ധിച്ചില്ല, അത്രേ ഒരു ഇതായിട്ട് നോക്കിയില്ല. അപ്പം അതിൻ്റെ ഒരു ഇപ്പോൾ വിഷമിക്കുന്നുണ്ട്. അത് വേറൊരു ഞങ്ങൾക്ക് ഒരു മോളേ ഉള്ളൂ. പിന്നെ രണ്ടാമതൊരു മോളുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം ചെയ്ത തെറ്റ് ഞങ്ങൾ തിരുത്തിയേനെ. അപ്പോൾ ഒരു മോളുള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾക്കത് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാതെ ചെയ്യാതിരിക്കും, അതിൻ്റെ പിന്നീട് അനുഭവിക്കുകയും ചെയ്യും, അല്ലേ? അങ്ങനെയൊന്നുമില്ല. ചില കാര്യങ്ങൾ ഞാൻ പറയുന്നതും നിങ്ങൾ ശ്രദ്ധിക്കാറില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കാതൊന്നുമില്ല. ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ശ്രദ്ധിക്കാതൊന്നും ഇരുന്നിട്ടില്ല. നീ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന പല കാര്യങ്ങളും നീ ശ്രദ്ധിക്കാറില്ല. അതിൻ്റെ നീ അനുഭവിക്കുകയും ചെയ്യാറുണ്ട്. അതുപോട്ടെ, അതൊക്കെ പിന്നീട് അടുത്ത വരുന്ന എപ്പിസോഡുകൾ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പം ദി അക്കൗണ്ട് ഒരു മിനിറ്റ്, അതൊന്ന് ഇതായിട്ട് വിളിച്ച് ദി അക്കൗണ്ട് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു, വായിക്കാൻ പറ്റുന്ന രീതിയിൽ വെക്കുക. എന്താണ്? ദി അക്കൗണ്ട് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് എനിവെയർ ഇൻ ഇന്ത്യ ഫ്രം വൺ പോസ്റ്റ് ഓഫീസ് ഓർ ബാങ്ക് ടു അനദർ. ദി അക്കൗണ്ട് ഷാൽ മെച്യൂർ ഓൺ കംപ്ലീഷൻ ഓഫ് എ പീരീഡ് ഓഫ് 21 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് ദി അക്കൗണ്ട്. അപ്പം 21 വയസ്സാകുമ്പോഴാണ് ആ അക്കൗണ്ട് മെച്യൂർ ആകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഏൺഡ് ഇൻ അക്കൗണ്ട് ഈസ് ഫ്രീ ഫ്രം ഇൻകം ടാക്സ് അണ്ടർ സെക്ഷൻ. അപ്പം ഇതാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് ഇല്ല, നമുക്ക് ഇൻകം ടാക്സ് പിടിക്കാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ്. അപ്പം പെൺമക്കളുള്ള ആൾക്കാർ, അച്ഛനമ്മമാർ 10 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ സ്കീമിൽ ചേരണം. പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ആൾക്കാർ. ഭയങ്കര ധനികരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ ഒന്നും പറയുന്നില്ല. പക്ഷേ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർ ഒക്കെ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ അക്കൗണ്ട് എടുത്തിരിക്കണം. ഇപ്പം നാളെയാണ് പിന്നെ 10 വയസ്സ് തികയുന്നെങ്കിൽ നാളെ തന്നെ ചെന്നത് പോസ്റ്റ് ഓഫീസിൽ ചെന്ന്. എത്ര എമൗണ്ട് കിട്ടുമെന്നൊന്നും എഴുതിയിട്ടില്ലല്ലേ? എത്ര എമൗണ്ട് അത് കുറച്ചും കൂടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ ഡീറ്റെയിൽസ് കാണുന്നില്ല. മൊബൈൽ തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും. പക്ഷെ നല്ല ഒരു സുവർണ അവസരമാണ് ഇത്, പാഴാക്കാതെ ശ്രദ്ധിച്ചു. അറിയാമായിരിക്കും എല്ലാവർക്കും, പലർക്കും അറിയാം. പക്ഷെ എന്നാലും പിന്നെ ആകട്ടെ 10 വയസ്സിൻ്റെ ഉള്ളിൽ ചെയ്താൽ പോരാന്ന് വിചാരിച്ച് ഞങ്ങളെപ്പോലെ തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പിന്നെ അത് ഒരു അബദ്ധമായിട്ട് മാറരുത്. പറ്റുന്ന അബദ്ധങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ അതാണ് ഒരു സംഭവം. അപ്പം ഇതിൽ പങ്കെടുക്കുക. അപ്പം ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന്